നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 21 ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മികച്ച ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന അനുകൂലമായ ദിവസമാണിത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ദീർഘനാളായുള്ള രോഗങ്ങൾ ഭേദമാകുകയും ചെയ്യും. അപ്രതീക്ഷിതമായി ചില സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാനസികമായ പ്രയാസങ്ങൾ മാറി ഉന്മേഷം കൈവരും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കണം. നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക. വികാരങ്ങൾ നിയന്ത്രിക്കുന്നത് വഴി പ്രശ്നങ്ങൾ ഒഴിവാക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും. ദൈവാനുഗ്രഹം ഈ രാശിക്കാർക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളിലും തുണയാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മാനസിക പിരിമുറുക്കങ്ങൾ കുറയുകയും മനസ്സിന് സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. അവാർഡുകളും സമ്മാനങ്ങളും തേടിയെത്താൻ സാധ്യതയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണം. ധനനഷ്ടത്തിനും അനാവശ്യമായ അപവാദങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കുക. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. രോഗാവസ്ഥകളിൽ വർധനവുണ്ടാകാൻ ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വരവിനേക്കാൾ ചെലവ് കൂടാനും സ്ത്രീകളിലൂടെ മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വളരെ ശുഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. ബന്ധുക്കളുടെ സമാഗമം, നല്ല ആഹാരം, വസ്ത്രലാഭം എന്നിവ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി മികച്ചതായിരിക്കും. കാര്യവിജയവും ഭൂമി ലാഭവും ധനനേട്ടവും ഈ ദിവസത്തിന്റെ സവിശേഷതകളാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രശസ്തി, ഉന്നത സ്ഥാനപ്രാപ്തി, മനസ്സന്തോഷം എന്നിവ കൈവരും. നിയമപരമായ തർക്കങ്ങളിൽ വിജയിക്കാനും സന്താന ഭാഗ്യത്തിനും യോഗമുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ജീവിത പങ്കാളിയുമായി സ്വരച്ചേർച്ച കുറയാനും നിസ്സാര കാര്യങ്ങൾക്ക് കലഹിക്കാനും ഇടയുള്ളതിനാൽ ക്ഷമ പാലിക്കുക. കോടതി കേസുകളിൽ തിരിച്ചടികൾ നേരിട്ടേക്കാം. ഉദരരോഗങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ അലട്ടാൻ സാധ്യത കാണുന്നു. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രിയപ്പെട്ടവരുമായോ സന്താനങ്ങളുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയേക്കാം. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ ശാരീരികമായ അമിത അധ്വാനവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കി ജാഗ്രത പുലർത്തണം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ശത്രുദോഷങ്ങൾ മാറിക്കിട്ടാനും ഈ ദിവസം സഹായിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും. തൊഴിൽ രംഗത്ത് വലിയ വിജയവും സാമ്പത്തികമായ ഉന്നതിയും പ്രതീക്ഷിക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബാംഗങ്ങളുമായി കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അനാവശ്യ ബന്ധങ്ങൾ മാനഹാനിക്കും ധനനഷ്ടത്തിനും കാരണമായേക്കാം. ശാരീരിക അസ്വസ്ഥതകൾക്കും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ആവശ്യമായ വിശ്രമവും ചികിത്സയും തേടുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.